ഹായ് കൂട്ടുകാരെ, ഇന്നെന്താ പറയാൻ പോകുന്നതെന്നറിയാവോ? ഇന്ന് ഞാനും മോളും കൂടെ ഞങ്ങളൊരു ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പന്തളത്ത് ഞങ്ങൾക്കിവിടെ ഒരു പന്തളത്തൊരു തൂക്കുപാലം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്നേ. അപ്പോൾ ഇന്ന് മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നേരത്തെ കുറേ നാൾ മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വന്നതായിരുന്നു കേട്ടോ. അപ്പം മോള് പറഞ്ഞു എന്നാൽ വാ നമുക്ക് ഈ തൂക്കുപാലത്തിലൊന്ന് കയറിയിട്ട് വാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ വന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമേ. കണ്ടോ? അപ്പം എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഇതേലൊന്നും കയറിയിട്ട് പോയില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. ആദ്യമേയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ, ഇത് വീഴുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. പക്ഷേ ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, ഇതുവരെ ഒരു കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഒത്തിരിയും പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രസമായിട്ട് നല്ല ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മളിനി ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഒരു പേടി തോന്നുമായിരിക്കും, പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. അത് ഞാനും മോളും ഇങ്ങനെ ഇതേ കൂടെ നടന്നു പോവാണ് കേട്ടോ. അപ്പം വിചാരിച്ചു നിങ്ങളെ കൂടെ എന്നാൽ ഒന്ന് കാണിച്ചു കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞങ്ങളുടെ പന്തളത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണ്ടായോ? ഇനി ഇവിടെ അടുത്തായിട്ടാ അയ്യപ്പൻ്റെ അമ്പലം കേട്ടോ. എൻ്റെ ആ ഒരു പാട്ടൊക്കെ അതാ ഇപ്പോൾ ഇവിടെ നിന്നാൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടോ? ഉണ്ടോ? ഒരാറിൻ്റെ മേളിലൂടെയാണേ ഈ തൂക്കുപാലം നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരാറിൻ്റെ മുകളിലൂടെയാണിത്. കണ്ടോ? ഇപ്പോൾ അയ്യപ്പന്മാരുടെയൊക്കെ സീസണാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ പിടിക്കാൻ നോക്കിയായിരുന്നേ. അപ്പോൾ അതിനിടയ്ക്ക് ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഈ ഒരു സമയത്താകുമ്പോൾ വലിയ റഷൊന്നും കാണത്തില്ല. നമ്മൾ ഈ അല്ലാത്ത സമയമൊക്കെ ഈ ഒരു ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റഷ് കാണത്തില്ല. ഞാൻ അന്ന് അങ്ങനെ ആയിരുന്നു പാർക്കിൻ്റെ വീഡിയോയും പോയി പിടിച്ചത്. അപ്പോൾ ഒരുപാട് റഷും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് മനസ്സമാധാനത്തോടെ നടന്ന് വീഡിയോ ഒക്കെ പിടിക്കാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു മനോഹരമായ ഒരു നല്ല ദൃശ്യമാണ് കേട്ടോ ഇവിടെ. ഇതാ എൻ്റെ മോള് നടന്നങ്ങ് പോയി, വണ്ടി അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ഇനിയും മോനോട് പറയുമ്പോൾ അവൻ പറയുമായിരിക്കും നമുക്ക് വീണ്ടും ഒന്നുകൂടെ പോയാലോ എന്നൊക്കെ പറയുമായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് അതാ ലവിടം തൊട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നതാ ഇവിടെ ഈ കടവ് വരെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും എന്താ നിങ്ങളോട് പറയുക, എല്ലാവരും പറ്റുന്നവരൊക്കെ വന്ന് കാണണം കേട്ടോ. നോക്കിക്കേ, നമുക്ക് ആദ്യമേ ഒരു പേടിയൊക്കെ തോന്നും കേട്ടോ, പക്ഷേ ഒന്നും സംഭവമൊന്നുമില്ല. ഞങ്ങൾ നേരത്തെ ആണെങ്കിൽ ഒരു പ്രാവശ്യം ആദ്യമായിട്ട് വന്നപ്പോൾ നല്ല പേടി നമുക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു അന്നൊക്കെ ഈ പിള്ളേരെ കൊച്ചിലൊക്കെ അവർ പറയുമായിരുന്നു ഇങ്ങനെ പോകണമെന്നൊക്കെ. ഞങ്ങൾ ബസ്സിൽ കൂടെ പോകുമ്പോഴൊക്കെ ഇത് കാണാമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പേടിച്ചിങ്ങനെ കൊണ്ടുവരത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ വന്നത് നന്നായി കേട്ടോ. അപ്പം മോളെയും കൊണ്ട് ഇപ്പോൾ ഒന്ന് വരാനും ആ ഒരു വീട് മാറ്റം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണിക്കാനൊക്കെ അവളെ പറ്റിയല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ തൂക്കുപാലത്തെ കൂടെ നടക്കുമ്പോൾ ഒരു പേടി വരും കേട്ടോ, പക്ഷേ അതെല്ലാം ഒന്ന് കയറിയത് നല്ലതായിപ്പോയി കേട്ടോ. അപ്പോൾ ഇനിയും നമുക്ക് വരാൻ തോന്നുന്നേ. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ ഇവിടേക്ക് ഒന്ന് കാണിക്കാമെന്ന് വെച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ മോൾ എന്നെ നോക്കിയുണ്ടല്ലോ, ക്ഷമയോട് അവളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അത് അടുത്ത ട്രിപ്പ് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കാണാമേ.